ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇവിടെ വന്നോ? ആച്ചോടാ ഞാൻ അറിയുന്നുണ്ട്. പിന്നെ ചേച്ചിന്റെ അഭിനയത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല. അയ്യോ പറയണം, എന്നെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമായി. അതല്ലല്ലോ, ഇതിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചേച്ചിയുടെ അഭിനയം. കണ്ട എല്ലാവരും പറയണത് ഭയങ്കര ഇഷ്ടമായി എന്നാ പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി പ്രേക്ഷകർ കൂടെ കണ്ടപ്പോൾ എങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ഞാനിതിന് മുമ്പ് നമ്മൾ ഡബ് ചെയ്യുമ്പോഴും ഫുള്ള് കാണുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു പടം ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. ഞാൻ അവരുടെയൊക്കെ മുഖം നോക്കി റിയാക്ഷൻ നോക്കി ഇരിക്കുമായിരുന്നു. അതാണ് സത്യം. ഈ സമയത്താണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫിലിംഫെയർ അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന ഒരു നിറവിലുള്ള ഒരു സമയമാണ്. ഇനി എന്തെങ്കിലും അവാർഡ് കിട്ടാത്തതുണ്ട്? ഇല്ല, എന്നാലും എത്ര കിട്ടിയാലും നമുക്ക് കിട്ടുമ്പോൾ സന്തോഷമല്ലേ. നിങ്ങൾ അംഗീകരിക്കുന്ന അതിൽ കുറേ വയസ്സായിട്ട് തരുള്ളൂ. ഒന്നും തരത്തില്ല, കുറേ കാലം വെയിറ്റ് ചെയ്യണം. അപ്പം എത്ര പുരസ്കാരം കിട്ടിയാലും അതൊന്നും നിങ്ങളുടെ പുരസ്കാരം നിങ്ങളുടെ അഭിപ്രായത്തിന് ഈക്വലാവില്ല. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ അംഗീകരിക്കാതെ എന്തിനാ യൂണിവേഴ്സിറ്റിക്ക് അവാർഡ് കൊടുത്തോന്ന് ചോദിച്ചാൽ അത് പോയി. എന്താ കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് അതിന് വാല്യൂ. അപ്പോൾ എപ്പോഴും ആ അവാർഡിനേ ഉള്ളൂ. കാരണം അവാർഡ് എന്താ, ആ ചേച്ചിക്ക് എന്താ അവർ കൊടുക്കുക, ചേച്ചിക്ക് അവരല്ലല്ലോ കൊടുക്കട്ടെ, നിങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് ചോദിക്കുമ്പോഴാണ് അതിന് വലിയൊരു വാല്യൂ ഉണ്ടാവുന്നത് അല്ലേ. ഞാൻ ചോദിക്കുന്നതിന് അങ്ങനെ ഒരു വാല്യൂ ഉണ്ടാവും. ചേച്ചി ശരിക്കും ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിലും സീസണലായിട്ടുള്ള അത്തരം കിരീടങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളൊരു നല്ല ഇമേജ് ഉണ്ട്. അതിൽ പരം ഒരു ബാക്കിയൊക്കെ ഇങ്ങനെ വന്നു പോകും. സൗത്ത് ഇന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ, ഇന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ, ഇങ്ങനെ ഓരോ സീസണായിട്ട് പറയും. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും പറയുന്നത്. അല്ലാതെ ആ ഒരു ടൈറ്റിൽ നിന്നും അത്ര. അതേപോലെ ഇനിയിപ്പോൾ ആശ എന്നൊരു പടം ഇറങ്ങുന്നുണ്ട്. അത് ഭയങ്കര ഗംഭീരമായിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല സിനിമയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല കേട്ടോ. അയ്യോ, അത് ഈ പടം കണ്ടിട്ട് ആ പടം കാണുമ്പം ചിലപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ തമാശ ജോജിച്ചേട്ടനായിട്ടുള്ളല്ലേ? ജോലിയാണ് കണ്ട. ഈ നമ്മുടെ രാജ്യത്തെ വിനായകമാണ് പ്രൊഡ്യൂസർ. ഗംഭീര പടമായിരിക്കും. നല്ല സിനിമയായിരുന്നു. നെയ്തത് അത് ഇങ്ങനെ വരും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ റോൾ ചെയ്തത്. താങ്ക് യു മേലെ, താങ്ക് യു. അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് ഇറങ്ങി നിൽക്കാനൊരു സൗകര്യമുണ്ട്. നല്ല പടം. ഒരു സോഷ്യൽ അവയർനെസ് ഉള്ള ഉർവശിയുടെയും ഒരു വല്ലാത്തൊരു അഭിനയ മികവുണ്ട്. എല്ലാം കൊണ്ടും എല്ലാം നല്ല പടം. നമ്മൾക്ക് ഒരു മെസ്സേജുണ്ട്. സിനിമ വെറുതെ വിനോദം മാത്രമല്ല, മെസ്സേജും വേണം. സമൂഹത്തിന് കൊടുക്കുന്നൊരു നല്ല മെസ്സേജുണ്ട്, നല്ല സബ്ജക്റ്റുണ്ട്. അതിഗംഭീരമായ അഭിനയമാണ് ഉർവശിയുടേത്. വളരെ നല്ല പടം. അതുപോലെ തന്നെ ഒരു ക്യൂട്ട് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ജഗദമ്മ എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാമവും പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടിലെന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നത് വളരെ രസകരമായിട്ട് തുടങ്ങി വളരെ ശക്തമായിട്ടുള്ള ഒരു സിനിമയാണ് ജഗദമ്മ. ദേശസ്നേഹം നമുക്ക് തോന്നുന്ന ഒരു സിനിമയാണ് ജഗദമ്മ. വളരെ മികച്ച രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് ശിവചേട്ടൻ. മൊത്തത്തിൽ നല്ല രസമുള്ളൊരു പടമാണ്. ഫാമിലി ഓഡിയൻസിന് ഉറപ്പായിട്ടും കണക്ട് ആവും. ഉമ്മ എന്ത് പറഞ്ഞു കണ്ടിട്ട് സിനിമ കണ്ടിട്ട്? ഉമ്മ ഇഷ്ടപ്പെട്ടോ സിനിമ? ഓക്കെ. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പടമാണ്. എല്ലാ ആളുകളും ഇത് കണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് ഇതിൽ ഭയങ്കര അറിവ് കിട്ടും. അപ്പം നമുക്ക് വിജയിച്ച് നിൽക്കാൻ മിനിച്ചേച്ചിയാണ് സ്ഥിരം അടിച്ചിട്ട് ഓടുന്ന പാർട്ടി. അപ്പോൾ അവൾ ദൂരെ പോയി നിന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച പിണക്കമാണ്. ഇത്രയും കാണിക്കും. ഇത്രയും കാണിച്ചു കഴിയുമ്പോൾ എനിക്ക് വലിയൊരു സമാധാനം. ഞാൻ ജയിച്ചു. ഈ കൊഞ്ഞനായാലും വരലാവും. ആ കൊഞ്ഞനം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊഞ്ഞനം വെക്കുമ്പോഴും പക്ഷേ ഇവരുടെ വിദ്യാഭ്യാസത്തിന് ഇവരെ നിവർത്തില്ലാതായ ഉപയോഗിക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. അല്ല, അവൻ ചോദിച്ചു ഷുഗർ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ കൊലയെ പറ്റി പഞ്ചായത്താണെന്ന് എനിക്കറിയാം. പിന്നെ എനിക്കറിയാം.
ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ചേച്ചി ആദ്യമായിട്ട് പണ്ട് അമ്മയുടെ കൂടെ അമ്മ നമ്മളെ പണ്ടെനിക്ക് എന്നെ എടുത്തോണ്ട് വന്നപ്പോ എന്നെ എടുത്തോണ്ട് നടന്നു. അങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ വലിയ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ പിള്ളേരെ പോലെ സംസാരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനത്തെ ആൾക്കാർ വലിയ എന്നെ എടുത്തോണ്ട് നടന്നവർ ഒട്ടും ഗൗരവം കാണിക്കാൻ പറ്റത്തില്ല. എന്താണ് അവരും നമസ്കാരം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. നിന്നെ എടുത്തോണ്ട് നടന്നിട്ടുണ്ടോ കേട്ടോ ഞാൻ. നീ ഉടുപ്പിടാതെ നടന്നപ്പോ ഞാൻ എടുത്തോണ്ട് നിന്നേച്ചത് ആണാണ് ഓർമ്മയുണ്ട്. അപ്പൊ ചേർന്ന് ഞാനും അതുപോലെ അനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്ന സമയം. അപ്പൊ മക്കളെ ഇറങ്ങിയില്ലേ? ഇറങ്ങിയോ? ഇന്നെൻ്റെ ഒരു പടം അവിടെ റിലീസ് ഉണ്ട്. എനിക്കറിയാം. ഞങ്ങളുടെ ശരത്തിനെയൊക്കെ കണ്ട് ഞാൻ വന്നപ്പോ മസ്തിഷ്ക മരണോ അതാണ്. ഇത് ആരുടെ പടം? രജീഷ് പടം കഴിഞ്ഞോ? പടം കഴിഞ്ഞാണ്. എങ്ങനെയുണ്ട്? ചേച്ചിയുടെ മോളെ എന്തെങ്കിലും കൊണ്ടുണ്ടോ? എല്ലാത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഫിലിം എന്ന് പറയുമ്പം അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടം എന്ന് പറയുമ്പോൾ ലീവും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എടുക്കണം. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അഭിനയിപ്പിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. അവൾ തന്നെ സാധാരണ കുട്ടിയായിട്ട് വരട്ടെ എന്നുള്ളത്. അതിപ്പം എൻ്റെ മോളായതുകൊണ്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കൊണ്ട് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. കലേഷ് വന്നിട്ടില്ലേ? കലേഷ് ഇല്ല, അവനെ വർക്കില്ല. എന്നാ ശരിയുള്ള എന്തായാലും പറഞ്ഞില്ല. ചേച്ചിയുടെ ഫോട്ടോ ഷെയർ ചെയ്താലും ഒരൊറ്റ ചോദ്യം എല്ലാവരും ചോദിക്കില്ല. എല്ലാവരും ചോദിക്കുന്നത്. കുറേ ഡയറക്ടേഴ്സിന് അത് ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ അവർ പറയാം ചേച്ചി ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ഒരു സംഗതി കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ വെറുതെ ഒരു ഗൗരവമുള്ളൊരു ഒരു സബ്ജക്റ്റ് മാത്രം പോരല്ലോ. ആ കോമ്പോയിലുള്ള കുറേ ഹ്യൂമറും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അത് ഉണ്ടാവും. മലയാളത്തിൻ്റെ ലേഡീസ് എന്തായാലും നല്ല സ്ക്രിപ്റ്റ് വരട്ടെ. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒപ്പം. മമ്മൂക്ക നല്ല രസമായിട്ട് കോമഡി ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗില്ല. ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുക. അല്ല, തീർച്ചയായിട്ടും ഒരുപാട് പേര് പറയാറുണ്ട്, ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പം ഞാനും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ സത്യേട്ടനൊക്കെ സജീവമായിട്ടുണ്ട്. ഇങ്ങനൊരു സ്ക്രിപ്റ്റ് വേണം. കുഴപ്പമില്ല. ആ പരിപാടിയൊന്നും ഒരിക്കലില്ല. ഞാൻ എൻ്റെ ജോലി ഭംഗിയാക്കാൻ മാത്രം നോക്കണം. അവർ വേണമെങ്കിൽ അവർ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത് പഠിക്കണം. ഓരായാലും ഞാൻ എൻ്റെ പണി മാത്രം നോക്കും. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ വെച്ചപ്പെടുത്താം. അതിലെന്തെങ്കിലും ഡയലോഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കി എടുക്കാൻ നോക്കും. എന്നല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളില്ല. ഞാൻ ഇടപെടാറേ ഇല്ല. ഒരു ഡയറക്ടർ എങ്ങനെയാണെങ്കിലും ഡയറക്ടറിന് എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊന്നും പറയാം. അതാ അവരുടെ പണി. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യും. ഓ ശരി, പോവാ പിള്ളേരെ. കൊഞ്ഞനെ കുത്തി കാണിച്ചു. എന്തോ ഫോട്ടോ അല്ലേ ഇപ്പൊ എടുത്തേ? ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇവിടെ വന്നോ? ആച്ചോടാ, ഞാൻ ചേട്ടാ ഇവിടെയാണോ? ഇന്നലെ ബിന്ദുജ പറഞ്ഞെന്ന് പറഞ്ഞു രാജീവിൻ്റെ കബടാണ്. ആ ഇല്ല. ഓ കാര്യം എന്താ ഇരിക്കാം. ഞാൻ അങ്ങോട്ട് സ്ഥലമില്ല മക്കളെ. നിങ്ങൾ ഫ്രീ ആക്കാം.